ഞങ്ങളിന്ന് ഗാങ്ടോക്ക് വിടുക കേട്ടോ. രാവിലെ നമ്മളൊന്നൊരു മോർണിംഗ് വൈബ് എടുത്തതാണ്. ഷോപ്പൊക്കെ തുറന്ന് വരുന്നേ ഉള്ളൂ. ഉടുപ്പിട്ട വട്ടിയുണ്ടോ? ആ ഇല്ലതണ്ട. ഡോഗൊക്കെ കിടക്കണുണ്ടോ? ഇതൊന്ന് സിറ്റി വിടാണ് കേട്ടോ ഗൈസ്. 3 ദിവസം ഉണ്ടായിരുന്നു നമ്മൾ കൊൽക്കത്തയിൽ, ഇവിടെ ഗാങ്ടോക്കിൽ. 4ാമത്തെ ദിവസമാണ് നമ്മളിവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ രാവിലെ മോർണിംഗ് വൈബിലാണ് ഗാങ്ടോക്ക്. ആ അതന്നെ ചിക്കുനോക്ക് നേച്ച നെഞ്ചത്തൊരു കുപ്പിയും പിടിച്ചിരിക്കാൻ. ആൾക്കാരൊക്കെ ഇരിക്കണം കേട്ടോ രാവിലെ വൈബില്. ഞങ്ങള് സിക്കിം എന്ന് ബൈ ബൈ പറയുവാണ്. ഗാങ്ടോക്കിനോട് ബൈ ബൈ പറഞ്ഞു. സിക്കിം ഗാങ്ടോക്കിന് ബൈ ബൈ. ഞങ്ങൾ ഡാർജിലിങ്ങിലോട്ട് പോവുകയാണ്. ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ ഒരു പർച്ചേസ് നടത്തി, അതാണ് ഇത്ര വൈകിയത് ഞങ്ങൾ ഇറങ്ങാൻ. ക്ലീൻ സിറ്റി ഓരോ സെക്ടറൊക്കെ വാങ്ങി രാവിലെ തന്നെ. അതുകൊണ്ട് സമയം അതിക്രമിച്ചിരിക്കുന്നു. ഗാങ്ടോക്ക് സുന്ദരികൾ. ചിക്കുന് ഇവരെ വിട്ടു വരാൻ ഭയങ്കര സങ്കടമുണ്ടായിരുന്നു. പോയല്ലോ ബേക്കിംഗ് മാജിക്. അത് കേറില്ല ചിക്കു. നമ്മൾ വിചാരിക്കുന്ന പൊതഞ്ഞ കഴിഞ്ഞാൽ പിന്നെ പെട്ട് പിന്നെ പൊക്കി എടുക്കേണ്ടി വരും. അതാ വണ്ടി പോയിട്ടുണ്ടല്ലോ, ഇവിടെ വണ്ടി കിടക്കുന്നുണ്ടല്ലോ. ഈ മണലിലിറങ്ങിയ പണിയാ. എന്റെ അനുഭവം ചെയ്യാൻ പറയും. പിക്നിക് സ്പോട്ടിൽ നിർത്തിയതാണ് കേട്ടോ പോണേ. അത് നോക്കാം, അവിടെ അങ്ങ് ഇട്ടാൽ മതി. അതാകുമ്പോ ഇവരോട് കുക്കൊക്കെ ചെയ്യുന്നുണ്ട്. പണിക്കാരായിരിക്കും. നമ്മളൊരു പിക്നിക് സ്പോട്ട് കിട്ടിയപ്പോൾ നിർത്തിയാണ് കേട്ടോ. പിന്നെ ഗാങ്ടോക്കിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഒരുപാട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്, ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ്. ഇവിടെ ഒരുപാട് ആൾക്കാർ എൻജോയ് ചെയ്യുന്നുണ്ട്. അടകുശ് എൻജോയ് ചെയ്യുന്നുണ്ടോ? വലിയൊരു ഊഞ്ഞാലാണ് കേട്ടോ. അതുകൊണ്ട് പിക്നിക് സ്പോട്ട് എന്നാണ് ഇവരിങ്ങനെ പറയുന്നത്. ഫോറസ്റ്റിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇത് ഫോറസ്റ്റാണ്. അവിടെ ഞങ്ങൾ ഇറങ്ങിയതാണ്. നമ്മൾ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവർ ഫുഡ് ഉണ്ടാക്കിക്കൊന്നുണ്ടോ. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ തയ്യാറെടുപ്പാണ്.
ഫോറസ്റ്റ് ആയിട്ട് ഇത് നിറച്ച് ഫോറസ്റ്റ് ആണ്. ഇതാ ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് എല്ലാവർക്കും, ഇവിടെ വരുന്നവർക്കൊക്കെ. ചിക്കു വണ്ടിയോടെ സ്റ്റോപ്പ് ചെയ്ത്. ഈ സ്പോട്ടിന്റെ ഒരു പേരുണ്ട്, എന്താ? പിക്നിക്. അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ, പിക്നിക് സ്പോട്ട്. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണ് ഈ കാണുന്നത്. ഇത് കണ്ട കുക്കർ, ചോറ് വിസിൽ വന്നിട്ടോ. വെളിച്ചെണ്ണ കുപ്പിയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാ കുപ്പികളെല്ലാം എടുത്തിട്ടുണ്ട്. ചിഞ്ചി ഇരിക്കാൻ സൗകര്യമാക്കുന്നുണ്ട്. അതാ ഉമ്മച്ചി മുട്ട ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്. ആ എണ്ണയും സാധനങ്ങളും മുട്ടയൊക്കെ ഞാനാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഒഴിക്കോ ആ പിഷ്കോ. ഇത് ഭയങ്കര അടിപൊളി വൈബ് വരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെ ആയിരിക്കുമല്ലോ പകല്, ഞാൻ വേറൊരു മൈൻഡ് സെറ്റ് ആയിരിക്കും. ബൈ ബൈ. നമ്മളെ ഇവിടെ ഡാൻസ് കളിക്കുന്ന ടീമുണ്ട്, അച്ചോക്കയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് ടീസ്റ്റാ നദിയിൽ ഇതുങ്ങൾ ഫുഡൊക്കെ ടീസ്റ്റാ നദിയിലെ മുങ്ങണമെന്ന് ഇവരുടെ ഒരു ജന്മ സാഫല്യമായിരുന്നു. അത് സാധിച്ചിരിക്കുന്നു. നബ്ര മുങ്ങി കുളിച്ച് കയറി പാവങ്ങളൊക്കെ തീർത്തു. ഇതാ നല്ല സൂര്യാസ്തമയത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അയ്യോ നല്ല ഫോട്ടോ ചിക്കു. ഡഗ്ഗൂസിനെ കുളിപ്പിക്കണ കണ്ടോ. തീത്താ നദിയിൽ നിന്ന് കുളിച്ചിട്ട് ദദ്ദൂസ് വേഗം മണ്ണിൽ വന്ന് പിന്നെയും മണ്ണിൽ കുളിച്ചു. അത് കഴിഞ്ഞ് ചിഞ്ചു വെള്ളം എടുത്തിട്ട് കുളിപ്പിക്കുന്നു. ഗുഡ് ബൈ. ഇത് നമ്മള് എങ്ങോട്ട് പോന്നെ? മരപ്പാലൊക്കെ. ഇതൊരു മരപ്പാലമാണ്. ഞങ്ങള് നേരെ എവിടുന്ന് ഡാർജിലിംഗ് നമ്മള് പോവാ. ഗാങ്ടോക്ക് ഡാർജിലിംഗ് പോകുന്ന വഴിയാണ്. 36 അത് അവരെ ചേട്ടൻ മൂത്രം ഒഴിച്ചിട്ട് സിബ് ഇട്ടിട്ട് വരുന്നു. എടുത്ത് എടാ ഇത് നമ്മുടെ മറ്റേ ഇതില്ലടാ. ഇത് നമ്മള് ഡാർജിലിംഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഗാങ്ടോക്കിന്ന്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് നൈറ്റ്. നമ്മുടെ വാഗമൺ മൂന്നാറൊക്കെ കയറുന്ന ഒരു എക്സ്പീരിയൻസ് ആക്ച്വലി. 5:30 ആയിട്ടുള്ളൂ. പക്ഷെ കുറ്റാക്കൂരി ആയിട്ട് എങ്ങും ബംഗാൾ കടുവകൾ, അതുകൊണ്ടൊന്നും മുള്ളാൻ പോലും പറ്റത്തില്ല. അതെ നല്ല രസമുണ്ടല്ലേ. നോക്ക് സാധനം കിട്ടുന്നുണ്ട്. This time for Africa. ഡാർജിലിംഗിന് ബംഗാൾ കടുവകൾ ഉണ്ടോയെന്ന് നമ്മളൊന്ന് തിരിയേണ്ടിയിരിക്കുന്നത് കേട്ടോ. കാരണം കാടുണ്ട്. ഇമാര് നമ്മൾ മുള്ളാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ സേഫാണോ അതോ ഇമാര് നമ്മളെ വെറുതെ വിടുമോ എന്നൊക്കെ നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ഇത് നമ്മുടെ വാൽപ്പാറയൊക്കെ പോകുന്നവരുണ്ട് കേട്ടോ രാത്രി. നോക്ക് എടാ ഇവിടെ മറ്റവനുണ്ടോ? കൊള്ളാം. ഇതിങ്ങനെ എങ്ങോട്ടാ ഡാർജിലിംഗോ അവിടെ എത്താനായിട്ട് ഇങ്ങനെ താഴെ കാണുന്നത് എനിക്ക് ഉറപ്പില്ല. ചിഞ്ചു പറയുന്നുണ്ട്. അതാ നമ്മുടെ മൗണ്ടൻ ട്രെയിനിന്റെ റൂട്ടാണ് അത് കാണുന്നത്. അത് മറ്റേ സാധനമാണ്, മീറ്റർ ഗേജാ. ചെറിയ ട്രെയിനില്ലേ സപ്പോർട്ട് ചെയ്യും.
അതെ അതെ അത് ശരിയാണ് ഷാജു. അത് ചെറിയ ട്രെയിൻ പോകുന്ന വഴിയാണ്. ഇതിലേക്ക് പോകുന്നുണ്ട്. ഇതിലേ പോകുന്ന മറ്റേ വണ്ടി ട്രെയിൻ ഉള്ളതാ. ആ ട്രെയിൻ ഇതിലേ പോവാ. നമ്മള് മറ്റേ വഴി വരുമ്പോ ഫുള്ളി തന്നെ കാണും. നമ്മുടെ ഊട്ടിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് റെയിൽവേ പാളത്തിന്റെ അകത്തൂടെ ഒക്കെ അല്ലേ, ഇവിടെ എല്ലാം റോഡിലൂടെയാ. സ്റ്റീം എഞ്ചിനിൽ പോകാൻ വേണം, ഭാഗ്യമുണ്ട്. ഇപ്പൊ പോകുന്ന വഴിക്ക് കാണാം. ലാസ്റ്റ് വണ്ടി പോയി കാണുന്നത്. ലാസ്റ്റ് ദിവസം ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, പേടിക്കണ്ട. ലാസ്റ്റ് ഉമ്മച്ചി എടുക്ക്. ഇവിടെ ലാസ്റ്റ് ട്രെയിൻ പോയി കഴിഞ്ഞ്, പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ലാസ്റ്റ് ട്രെയിൻ നമുക്ക് നോക്കാം. ലാസ്റ്റ് ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്. ഇവിടുന്ന് 2 ട്രെയിൻ അവിടുന്ന് വന്ന് ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ ജംഗ്ഷൻ. ഈ പെട്ടിക്കടയില്ലേ, അതിന്റെ മുന്നിൽ നിന്നാ. ഇത് റെയിൽവേ സ്റ്റേഷനാ. അമ്പോ, ഇതൊക്കെ ഒരു വൈബല്ലേ. ആ തുറക്കും. നെക്സ്റ്റ് ട്രെയിൻ കമ്പേ. അതാണ് മഞ്ഞ കത്തി വെക്കുന്നത്. ലൈറ്റ് ഒക്കെ ഉണ്ട്. എടാ ഭയങ്കര ഈ ട്രെയിൻ എന്തായാലും പോകാം കേട്ടോ ചിക്കു. ഇതൊക്കെ എഡിറ്റ് ചെയ്ത് കളയാനും കേട്ടോ. സഹയാത്രികരോട് നമ്മൾ ചൂടാവുന്ന രംഗങ്ങളൊന്നും ഇടാൻ പാടില്ല. ഇതൊക്കെ നമ്മുടെ അന്തസ്സിന് യോജിച്ചതല്ല. അയ്യോ, ഇവിടുന്ന് ക്രോസ് ചെയ്യുമ്പോഴത്തേനും നമ്മളിങ്ങനെ ടക്കെന്ന് വയണം. ഗോസ്ലോ, കാരണം ഇവിടെ ഗോസ്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഇതിലെ ട്രെയിൻ വരുന്നുണ്ട്. ഇതൊക്കെയാണ് മോനെ ഡാർജിലിംഗ് വൈബ്. വൈബ് എന്നൊക്കെ പറഞ്ഞ ചുമപ്പുള്ളിയിൽ ഇത് ഇതുവഴി കയറി പോകുന്ന ആ ഗ്യാരേജിന്റെ അകത്തോടെ കേട്ടോ ട്രെയിൻ പോകുന്നത്. ആ പെട്ടിക്കടക്കുള്ളിലൂടെ പാർക്കിംഗ്. ശ്രീ ഭാരതീയ റെയിൽവേ സേന കേന്ദ്രം. അതാ ഊട്ടി ട്രെയിൻ പോലത്തെ സാധനം അവിടെ. ഇത് തന്നെ .5 എടുക്കണമായിരുന്നു. ഇടയ്ക്ക് വെച്ച് 0.5 വീഡിയോ മൊത്തം പോയി.